ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇപ്പോൾ ഞാനൊരു ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം, നമുക്ക് ഇത് കർക്കിടക മാസമാണല്ലോ. അപ്പം നമുക്ക് രാവിലെ എണ്ണയൊക്കെ തേച്ച് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നെന്ന് പറയുന്നത് നമ്മൾ ഈ കുറേ ആയുർവേദ സാധനങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് ഗുണമുണ്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് നിറം മുരിങ്ങയില, ഒരു സെറ്റ് ഇച്ചിരി മുരിങ്ങയില എടുത്തു. എല്ലാം ഇച്ചിരി എടുത്തുള്ളൂ. ഇത് നമ്മൾ ഈ അടിക്കടി പിച്ചുന്നതുകൊണ്ട് മുരിങ്ങയിലൊക്കെ കുറവായി. ഇതാണ് മുരിങ്ങയില. പിന്നെ എന്താണ്ട് പൊന്നാം അരി വീരൻ, പൊന്നാം തകര, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ചീരയാണ് ഇത്. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചൊറി, ചുണങ്ങ്, ചീക്ക, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ ഇത് ബെസ്റ്റാണ് സാധനം. അപ്പം ഇത് പൊന്നാം തകര എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. പിന്നെ ഇതിൻ്റെ വെള്ളമൊന്നും ചേർക്കരുത്, അല്ലാതെ തന്നെ തേങ്ങയുടേതായിട്ടുള്ള ആ നനവ് മാത്രമേ പാടുള്ളൂ. പിന്നെന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വലി എല്ലാവരും അങ്ങോട്ട് ഈ കൊല്ലത്തുനിന്ന് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇലയും പൂവും ഇതാണ്. ഇത് നമ്മുടെ മത്തനില. ഇത്രയും സാധനവും വെച്ചിട്ടാണ് നമ്മളിന്ന് നമുക്കൊരു തോരത്തിനുള്ള വക ഇത് തന്നെ ഉണ്ട്. പിന്നെന്ന് പറയുന്നത്, അമ്മയ്ക്കാണെങ്കിൽ കാലിന് മുട്ടിനൊക്കെ നീരും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരിച്ചിരി സാധനം അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന്. ലേഹ്യം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ചമ്മന്തി പോലെ ഉണ്ടാക്കി നല്ല പോലെ നല്ലെണ്ണയിൽ അതിനെ ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നതും നല്ലതാണ്. ഇത് എന്ന് പറയുന്നത് അറിയാലോ, ഉഴിഞ്ഞ എന്ന് പറയുന്ന സാധനം. ഇതൊരിച്ചിരിയും പറിച്ച് ഇട്ട് അതിനെ നമ്മൾ നല്ല പോലെ അരച്ച് അരിച്ച് ഒക്കെ എടുക്കുന്നതല്ല. അല്ലെങ്കിൽ അരച്ച് ഈ തേങ്ങയൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല പോലെ നമുക്കത് ചമ്മന്തി ഉണ്ടാക്കി കടുക് വറുത്തെടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇച്ചിരിയും സ്ഥലമുള്ളെങ്കിലും ഞാൻ എല്ലാ സാധനവും ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് കണ്ടോ, ഒരു പീസ് ഇഞ്ചിന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ബാക്കിയുള്ളത് അതിനകത്തുണ്ട്, എങ്കിലും പിഴുതെടുക്കാമായിരുന്നു. പക്ഷെ വേണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. പിന്നെ ഒരിച്ചിരി കാന്താരി കണ്ടല്ലോ, ഒരു ലേശം കാന്താരി. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പും താള് നിന്ന് എന്നെ വേണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വരാം, ചേമ്പും താളും ചക്കക്കുരുവും കൂടിയിട്ട് ഉടച്ച് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെയും കശാപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷം. അപ്പം നമ്മളുടെ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് പിടിപ്പിച്ച് എടുക്കുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇന്ന് കറി ഉണ്ടാക്കി ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് കരുതി. അത് കഴിയുമ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഇച്ചിരി പച്ചരിയൊക്കെ എടുത്തിട്ടിട്ട് അപ്പം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയതാണ്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തിന്, ഇത് കർക്കിടക മാസമല്ലേ, അപ്പോൾ നമുക്ക് ഇച്ചിരി മരുന്ന് കഞ്ഞി കുടിക്കാം, ശരീരത്തിന് ഒക്കെ ഉന്മേഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇച്ചിരി ഇഞ്ചിയും ഇച്ചിരി കുരുമുളകും ഇച്ചിരി ജീരകവും എല്ലാം കൂടെ ഇട്ട് ഇച്ചിരി കഞ്ഞി വെച്ച് അതിനകത്ത് ഇച്ചിരി അങ്ങാടി മരുന്നൊക്കെ ചേർക്കേണ്ടതാണ്. അപ്പം ഇപ്പം അതൊന്നും വേണ്ട എന്ന് കരുതി ഇപ്പോൾ കഞ്ഞി വയ്ക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. പറമ്പിൽ ഇച്ചിരി താഴെ ഇറങ്ങുമ്പം ഒരു സാധനമുണ്ട്. അപ്പം അത് കഞ്ഞി വെച്ച് കഴിക്കാൻ നല്ലതാണ്. പക്ഷേ അത് ഞാൻ വിചാരിച്ച് ലേഹ്യം തന്നെ ആക്കാം. ശരിക്കല്ല വളർന്ന് കിടപ്പുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പേർക്ക് കൊടുത്തായിരുന്നു, ലേഹ്യം പറിച്ച് ഉണ്ടാക്കി നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ദേഹത്തിന് ക്ഷതം ഒക്കെ ഉണ്ടാവുമല്ലോ, പ്രസവിച്ച് കഴിയുന്ന സ്ത്രീകൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഈ ക്ഷതമൊക്കെ ഉണ്ടായി, ആക്സിഡൻ്റൊക്കെ ഉണ്ടായി വരുന്ന ആൺകുട്ടികൾ, പിന്നെ അതിൽ നിന്ന് ചതവും ഒടിവും ഒക്കെ പറ്റി എഴുതിയിട്ടൊക്കെ വരുന്നതല്ല. അപ്പോൾ അവരുടെ ശരീരത്തിലെ ആ അസ്ഥികൾ ഊറിപ്പിടിക്കാനും അവരുടെ ശരീരത്തിലുണ്ടായ ക്ഷതങ്ങൾ എല്ലാം മാറാനും, അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും ആ ലേഹ്യം കഴിക്കുമ്പം അവർ ഒന്നീ മൂത്രം വഴിയോ അല്ലെങ്കിൽ മലം വഴിയോ അവരുടെ ഉള്ളിലുള്ള ഈ ബ്ലഡ് കട്ടിയായി കിടക്കുന്നത്, ആ ചതവിൻ്റെ നീര് അങ്ങനെയൊക്കെയുള്ള എല്ലാം വെളിയിൽ വരും, വേർപ്പ് വഴി
കിടപ്പ് രോഗികൾക്കും ഇപ്പോൾ ആക്സിഡൻ്റായി എഴുതിക്കുന്ന പൈതങ്ങൾക്കും പിന്നെ ഉടനെ ഒന്നും ശരീരം വിയർക്കത്തില്ല. അപ്പം എന്ന് പറയുന്നത് ഒന്നീ ബാത്റൂമിൽ പോകുന്ന വഴിയൊക്കെ പോകത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാമെങ്കിൽ ആ പിള്ളേരൊക്കെ എഴുതിയിട്ട് നടന്ന് ചുറുചുറുക്കോട് കൂടി വരും. എൻ്റെ ചെറുക്കൻ ഒരിക്കലും എഴുതിക്കാൻ പോകുന്നില്ല, നോ ചാൻസ്. അതിനെപ്പറ്റി പ്രതീക്ഷിക്കേ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് അവനെ ഈ കോലത്തിലെത്തിച്ചത് നമ്മൾ കൊടുത്ത മരുന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതാണ്. അപ്പം ആയുർവേദം ഞാൻ ശരിക്കും ഇവന് കൊടുത്തു. ബ്രഹ്മിലേഹ്യം, പിന്നെ യശങ്കലയുടെ ഇത്, പിന്നെ പിന്നെ നീര് മാറാനുള്ള ഇത്, ഉഴിഞ്ഞയുടെ ഇത് എന്ന് വേണ്ട അവന് എന്തൊക്കെ മരുന്ന് കൊടുക്കാം അതെല്ലാം ഇങ്ങനെ കൊടുത്ത് ഇപ്പോൾ ക്ലിയറായി ഇത് വന്നിട്ടുണ്ട്. ഇപ്പം 2 കൂട്ടം സാധനമാണ്. ഒന്ന് നെല്ലിക്ക ലേഹ്യം, ഒന്ന് പിന്നെ ബ്രഹ്മിലേഹ്യമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിച്ച് തീരുമ്പോൾ അടുത്ത ഒരു ലേഹ്യം നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കും. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ നല്ല ചുറുചുറുക്കോടുകൂടി അവർ എഴുതിയിട്ട് നടക്കും. അവരുടെ ഇപ്പം മറ്റേ കള്ളു കുടിച്ച് കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്നവരെ പോലെ ഇങ്ങനെ ആടിയായിരുന്നു നടക്കുന്നവൻ. ഇപ്പം സ്റ്റഡി ആയിട്ട് ഒരു സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള പരുവത്തിൽ അവനായി. ഇപ്പോൾ ഇച്ചിരി ഓടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ പിള്ളേർ നല്ല ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മാസത്തിൽ, കർക്കിടക മാസം ആകുമ്പോൾ അതിൻ്റേതായ വേണ്ടുന്നതെല്ലാം ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.